കള്ളനോട്ടിൽ കുഴങ്ങി രാജ്യം. തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ ഹൈലി പ്രൊഫഷണൽ വ്യാജ നോട്ടുകളാണ് പ്രചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പുതിയതായി വിപണിയിൽ പ്രചരിക്കുന്ന വ്യാജ 500 രൂപ നോട്ടുകളുടെ ഒഴുക്ക് തടയാൻ ആഭ്യന്തര മന്ത്രാലയം MHA രാജ്യവ്യാപകമായി ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് DRI, ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് FIU, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ SEBI തുടങ്ങിയ സുപ്രധാന സാമ്പത്തിക നിയന്ത്രണ ഏജൻസികൾക്ക് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വ്യാജ നോട്ടുകൾ യഥാർത്ഥ നോട്ടുകളുമായി വളരെയധികം സാമ്യമുള്ളതാണെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നിലവിൽ പ്രചരിക്കുന്ന വ്യാജ 500 രൂപ നോട്ടുകൾ കാഴ്ചയിലും ഗുണമേന്മയിലും ഒറിജിനൽ നോട്ടുകളോട് ഏറെക്കുറെ സമാനമായതിനാൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ ആവുന്നതല്ല. തിരക്കിട്ടുള്ള പണമിടപാടുകളിൽ നോട്ടുകളുടെ ആധികാരികത ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഇവ കണ്ടെത്താൻ കൂടുതൽ ബുദ്ധിമുട്ടാറുണ്ട്. എന്നാൽ ഈ വ്യാജ നോട്ടുകളിൽ ഒരു ചെറിയ തെറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതിൽ റിസർവ് എന്ന വാക്കിലെ ഇക്ക് പകരം എ എന്ന് തെറ്റായി അച്ചടിച്ചിരിക്കുന്നു. ഈ സൂക്ഷ്മമായ പിശക് ശ്രദ്ധയിൽപ്പെട്ടാൽ വ്യാജ നോട്ടുകൾ തിരിച്ചറിയാനും സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും നമുക്ക് കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് വൻ അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ആഭ്യന്തര മന്ത്രാലയം വ്യാജ നോട്ടുകൾ വലിയ തോതിൽ പ്രചരിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, മറ്റനുബന്ധ ഏജൻസികൾ എന്നിവയ്ക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ വ്യാജ നോട്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതിനായി സംശയാസ്പദമായ കറൻസി നോട്ടുകളുടെ ചിത്രങ്ങളും വിതരണം ചെയ്തു കഴിഞ്ഞു. പൊതുജനങ്ങളും സാമ്പത്തിക സ്ഥാപനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ കറൻസി നോട്ടുകൾ കണ്ടാൽ ഉടൻ തന്നെ അധികൃതരെ അറിയിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തീവ്രവാദ ധനസഹായ കേസുകളിൽ അന്വേഷണം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് പ്രചാരത്തിലുള്ള വ്യാജ നോട്ടുകളുടെ കൃത്യമായ എണ്ണം ഇപ്പോഴും അജ്ഞാതമാണ്. ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെടുന്ന കള്ളനോട്ടുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥ കണക്കുകൾ ഇതിലും കൂടുതലായിരിക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ വ്യാജ കറൻസി പ്രശ്നം തടയുന്നതിന് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഭാരതീയ ന്യായ സംഹിത 2023 BNS, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം 1967 UAPA എന്നിവയിൽ ഇതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷാ വ്യവസ്ഥകൾ ഉൾപ്പെടുന്നു. ദേശീയ അന്വേഷണ ഏജൻസി NIA, FICN കോർഡിനേഷൻ ഗ്രൂപ്പ് FCORD, ഭീകര ഫണ്ടിംഗ് ആൻഡ് വ്യാജ കറൻസി TFFC സെൽ തുടങ്ങിയ പ്രത്യേക സ്ഥാപനങ്ങളും ഇതിനായി പ്രവർത്തിക്കുന്നു. കൂടാതെ എല്ലാ ബാങ്ക് ശാഖകളിലും നിയുക്ത ബാങ്ക് ഓഫീസുകളിലും കറൻസി ശാഖകളിലും വ്യാജ കറൻസി കൂടുതൽ ഫലപ്രദമായി കണ്ടെത്താൻ സഹായിക്കുന്ന അത്യാധുനിക ബാങ്ക് നോട്ട് സോർട്ടിംഗ് മെഷീനുകളും പരിശോധനാ സംവിധാനങ്ങളും ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്.